Welcome to Nitu's Kitchen, cooking and hair care videos. ഇന്ന് നമുക്ക് ഒരു പുളിങ്കറി വയ്ക്കാം. ഞാനൊരു 250 ഗ്രാം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഒരു മാങ്ങയും ഒരു മുരിങ്ങക്കോലും എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളരിക്കയുടെ തൊണ്ട് കളഞ്ഞെടുക്കാം. വെള്ളരിക്ക മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങക്കോല് തൊണ്ട് കളഞ്ഞെടുക്കാം. എനിക്ക് നല്ല ഒച്ചെടുപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് സൗണ്ടിന് പ്രോബ്ലം ഉണ്ടാവും. മുരിങ്ങക്കോല് തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ തൊണ്ട് കളഞ്ഞെടുക്കാം. ഒരുപാട് വലുതും ഒരുപാട് ചെറുതുമല്ലാത്ത രീതിയിൽ വേണം കേട്ടോ കഷ്ണം നുറുക്കിയിടാൻ. മാങ്ങയും വെള്ളരിക്കയൊക്കെ ഞാൻ മാങ്ങയും നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 3 പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുമന്ന മുളക് ഇടുന്നുണ്ട് കേട്ടോ, അപ്പോൾ അത് നോക്കി ഇടണം. ഒരുപാട് എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാട്ടോ ഞാൻ 3 പച്ചമുളക് അരിഞ്ഞിടുന്നത്. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കാം. ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ, മോരൊഴിച്ചുടാനൊക്കെ അരയ്ക്കുമ്പോൾ തേങ്ങ അരയ്ക്കണ്ട. ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് അരച്ച്, ഒരുപാട് വെണ്ണ പോലെ അരയുകയും ചെയ്യേണ്ട, എന്നാലും ഒരുപാട് അരയാതിരിക്കുകയും ചെയ്യരുത്. അത്യാവശ്യം അരയണം, ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട. ഞാൻ 1 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഞാൻ തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണം വേവിക്കാൻ തുടങ്ങാം. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കഷ്ണം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി ഇട്ടു കേട്ടോ, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ. ഒരുപാട് വെന്ത് പോകരുത് കഷ്ണം. നമ്മുടെ കഷ്ണം വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊരു കൽച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെയുള്ള കറിയൊക്കെ കൽച്ചട്ടിയിൽ വെക്കുക കേട്ടോ നല്ലത്. പെട്ടെന്ന് വേവാൻ വേണ്ടി കുക്കറിൽ കഷ്ണം വേവിച്ചതാട്ടോ. നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഒന്ന് വെള്ളം വറ്റി വരട്ടെ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരുടെയും വീട്ടിലും ഈ പുളിങ്കറി വെക്കുമായിരിക്കും അല്ലേ. ഇതാ നമുക്ക് തേങ്ങയും ജീരകം അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടി ഇട്ടാൽ നല്ലതാട്ടോ. ഞാനിപ്പോൾ ഒരുപാട് കഷ്ണമായി പോലുമെന്ന് ഓർത്ത് തക്കാളി ഇടുന്നില്ല. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി, ഒരുപാട് അങ്ങോട്ട് തിളയ്ക്കണ്ട. ഒന്ന് പതുക്കെ പതഞ്ഞ് പൊങ്ങിയാൽ മതി. ഈ പുളിങ്കറി ഒരുപാട് കുറുകിയിരിക്കുമല്ല കേട്ടോ വേണ്ടത്, കുറച്ച് ലൂസായിട്ടിരിക്കണം. ഇത് നമ്മുടെ കറി പതുക്കെ പതഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറി ഇനി ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചിടാം. ഞാൻ എന്താ പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ കറി ഇപ്പോഴും പതുക്കെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ പുളിങ്കറിക്കൊക്കെ നമ്മുടെ ഉലുവ പൊട്ടിക്കണം, പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഉലുവ ഇട്ട് പൊട്ടിക്കുമ്പോൾ. ആ ഉലുവയുടെ മണം. ഞാൻ ഒരു 3 വറ്റൽമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഓൾ ബട്ടനും അമർത്തണം കേട്ടോ. ഓൾ ബട്ടൺ അമർത്തിയാലാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഇത്തിരി മുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് നേരം പാത്രത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ, അത് കരിഞ്ഞു പോകും. മുളക് പൊടി നമുക്ക് പുളിങ്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു മിക്ക ആൾക്കാരും ഉണ്ടാക്കണതായിരിക്കും, എന്നാലും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.